വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കേരള ചരിത്രത്തില് നമ്മള് വൈക്കം സത്യാഗ്രഹം, ശുചീന്ദ്രം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ സത്യാഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ജനങ്ങൾക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടാനും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലൊക്കെ എന്താണ് അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ഇപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ക്ഷേത്രപ്രവേശന വിളംബരം അത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം, കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം, അതുപോലെ തന്നെ മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം, അങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. അത് എടുത്ത് ചോദിച്ചില്ല വെച്ചാൽ വെറുതെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ചോദിച്ചുള്ളൂ വെച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. മലബാറും കൊച്ചിയൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനത്തിന് കാരണമായിട്ടുള്ള വിളംബരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എന്തിനാണ് നടത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തിനാണ് നടത്തിയത്? തിരുവിതാംകൂറിലെ ആർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്? അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക്. അപ്പൊ തിരുവിതാംകൂർ ഭാഗത്ത് നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ മൂന്ന് ഭൂവിഭാഗങ്ങളായിട്ടാണ് കേരളം ഉണ്ടായിരുന്നത്. ആ തിരുവിതാംകൂർ ഭൂവിഭാഗത്തിലുള്ള ആർക്ക്? അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക്. ആർക്കാണ്? അവർണ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തുകൊണ്ട് പുറപ്പെടുവിച്ച എന്താണ് വിളംബരത്തെ വിളിക്കുന്ന പേരാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ഇത് പുറപ്പെടുവിച്ചത് എന്നാണ്? 1936 36 നവംബർ മാസം 12 തീയതിയാണ്. ഇങ്ങനെ തന്നെ പഠിക്കണം. 1936 നവംബർ 12 അല്ലെങ്കിൽ 1112 തുലാമാസം 27 തീയതി. 1112 തുലാമാസം 27 തീയതി. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള വിളംബരം പുറപ്പെടുവിക്കുകയാണ്. അതിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഇത് പുറപ്പെടുവിച്ച വർഷം 1936 നവംബർ 12 അല്ലെങ്കിൽ മലയാള വർഷം പറയുകയാണെങ്കിൽ 1112 തുലാമാസം 27 തീയതിയാണ്. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പൊ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആ സമയത്ത് ആരായിരുന്നു അവിടത്തെ ദിവാൻ എന്ന് ചോദിച്ചാൽ CP രാമസ്വാമി അയ്യരായിരുന്നു. തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിക്കാം. അതായത് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം? CP രാമസ്വാമി അയ്യരാണെന്ന് പറയണം. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം ഇങ്ങനെ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് അല്ലേ? ആ വിളംബരം ആരാണ് എഴുതി തയ്യാറാക്കിയത്? ഇങ്ങനെ ഒരു വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഉള്ളൂർ എസ് പരമേശ്വർ അയ്യരാണ്. ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വർ അയ്യരാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായിട്ടുള്ള വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 അല്ലെങ്കിൽ മലയാള വർഷം 1112 തുലാമാസം 27 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ CP രാമസ്വാമി അയ്യരായിരുന്നു. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ്.
ഇനി ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ എന്താ പറയുന്നത് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ്? അല്ലെങ്കിൽ എന്തിനെയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് നമ്മൾ പറയണം. ഇനി അടുത്തത് ആധുനിക ലോകത്തെ മഹാത്ഭുതം. കണ്ടോ, അടുത്തൊരു വിശേഷണം എന്താണ്? ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിജിയാണ്. അപ്പൊ പൊതുവെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണം ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാണെങ്കിൽ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. ഇനി അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം. എങ്ങനെ? അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരം തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ആര് വിശേഷിപ്പിച്ചു? സി രാജഗോപാലാചാരി വിശേഷിപ്പിച്ചു. ഇനി ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അടുത്തത് ഇതില് കൂടുതലും വിശേഷണങ്ങളാണ് ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരെന്നെയാണ്? ഗാന്ധിജിനെയാണ് കേട്ടോ. അപ്പൊ ഗാന്ധിജി ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാര രേഖയായ സ്മൃതി എന്നും എന്തിനെ വിശേഷിപ്പിച്ചു? ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനം അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ്. എന്താ വിശേഷിപ്പിച്ചത്? ഒരു തീർത്ഥാടനം എന്നാണ്. എന്താ വിശേഷിപ്പിക്കാൻ അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. കണ്ടോ? അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി എന്ത് വിശേഷിപ്പിച്ചത്? ജനങ്ങളുടെ ഒരു തീർത്ഥാടനം എന്ന് നമ്മുടെ ഈ ഒരു അഞ്ചാമത്തെ കേരള സന്ദർശനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ പഠിക്കുക. തിരുവിതാംകൂറിലെ അവർണരായിട്ടുള്ള ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരത്തെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1112 തുലാമാസം 27-ാം തീയതി അല്ലെങ്കിൽ 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവ്. ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യറായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യരാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതമെന്നും ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഗാന്ധിജി തന്റെ അവസാനത്തേതും അഞ്ചാമത്തേതുമായ കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണവും ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഒന്നും കൂടി പറയണോ? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരം
വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചു. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു. അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഇനി ഗാന്ധിജിയുടെ അഞ്ചാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ കേരള സന്ദർശനത്തെ ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കാൻ കാരണവും ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമ്മളിപ്പോ അധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് പറഞ്ഞ പോലെ തന്നെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ, തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചു ഒരാള്. എങ്ങനെ? തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ ട്ടോ. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്? ടി കെ വേലുപ്പിള്ളയാണ്. ടി കെ വേലുപ്പിള്ള. ഇതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അത്ര പ്രാധാന്യമില്ല, എന്നാലും ഓർക്കുക. തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ടി കെ വേലുപ്പിള്ളയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂറിൽ, അതായത് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷമാണ് നമ്മൾ പറഞ്ഞത് 1936 നവംബർ മാസം 12-ാം തീയതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിൽ, അല്ലെ? അതുപോലെ തന്നെ മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ, എവിടെയാണ് മദ്രാസ് നിയമനിർമ്മാണ സഭ? ഈ മദ്രാസ് നിയമനിർമ്മാണ സഭയുടെ കീഴിലായിരുന്നു നമ്മുടെ മലബാർ എന്ന് പറയുന്ന പ്രദേശം. അപ്പൊ മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുകയാണ്. ആര്? സി രാജഗോപാലാചാരി. ആരാണ്? സി രാജഗോപാലാചാരി ട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിക്കുന്നത്? 1938 ബില്ല് അദ്ദേഹം അവതരിപ്പിക്കുന്നത് മലബാർ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് 1938 മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ഇനി ആ ബില്ല്, മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് എന്നാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ബിൽ പ്രസിദ്ധീകരിച്ചത് 1938 ഓഗസ്റ്റ് മാസം 30-ാം തീയതിയാണ്. ഇതിനേക്കാൾ പ്രധാനം മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ്. പരീക്ഷയുടെ ചോദ്യമാണ്, വളരെ പ്രധാനമാണ്. അത് 1947 ജൂൺ മാസം 2-ാം തീയതിയാണ്. അതുപോലെ തന്നെ കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അത് നടന്നത് 1947 ഡിസംബർ മാസം 20-ാം തീയതിയാണ്. ഇത്രയാണ് നമുക്ക് ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം? തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം 1936 നവംബർ 12-ന് നടത്തി. അപ്പൊ ആ തിരുവിതാംകൂറിൽ അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവും എന്നൊക്കെ വിശേഷിപ്പിച്ചു, അല്ലെ, സി രാജഗോപാലാചാരി. അതിന്റെ പരിണിത ഫലമായി അദ്ദേഹം 1938 മദ്രാസ് നിയമനിർമ്മാണ സഭയില് ഒരു മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിക്കുകയാണ്. അത് 1938 ഓഗസ്റ്റ് 30-ന് പ്രസിദ്ധീകരിച്ചു. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് 1947 ജൂൺ 2-ന് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12, മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2, കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. മക്കളെ, ഇത് എന്താ പറയാ, ഡേറ്റ് അടക്കം പഠിക്കണം. 1936 നവംബർ 12-ന് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം, 1947 ജൂൺ 2-ന് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം, 1947 ഡിസംബർ 20-ന് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം. ഈ മൂന്നും ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കണം. തിരുവിതാംകൂറിൽ എന്ന ക്ഷേത്രപ്രവേശന വിളംബരം 36, മലബാറിലും അതുപോലെ തന്നെ കൊച്ചിയിലും 47 ആണ്. പക്ഷെ മലബാറിൽ 47 ജൂൺ 2-ഉം കൊച്ചിയില് 47 ഡിസംബർ 20-നുമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ ക്ഷേത്രപ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഗുരുവായൂർ സത്യാഗ്രഹം പഠിച്ചു, ശുചീന്ദ്രം സത്യാഗ്രഹം പഠിച്ചു, വൈക്കം സത്യാഗ്രഹം പഠിച്ചു, ക്ഷേത്രപ്രവേശന വിളംബരവും പഠിച്ചു. കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവയൊക്കെ. അപ്പൊ ഇത്രയാണ് പഠിച്ചു തീർത്തത് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ
ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.